ഹായ് ഓൾ, വെൽക്കം ടു അമീക എഡുഹബ്. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ന്യൂലി എലക്ടഡ് കമ്മിറ്റി ഷാൽ ബി സെൻഡ് ടു ദ രജിസ്ട്രാർ, ഫിനാൻസിംഗ് ബാങ്ക് ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ബൈ ദി ഡാഷ് ഓഫ് ദ സൊസൈറ്റി വിതിൻ എ വീക്ക് ഓഫ് ദെയർ ടേക്കിംഗ് ചാർജ്. അതായത് ഒരു സംഘത്തിന്റെ കമ്മിറ്റി ചാർജ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെ, സംഘത്തിന്റെ കമ്മിറ്റി ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആ പുതിയതായി വന്ന കമ്മിറ്റിയുടെ കാര്യങ്ങൾ രജിസ്ട്രാറിനും ഫിനാൻസിംഗ് ബാങ്കിനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് എന്താണ് നൽകുന്നത്, ആരാണെന്ന് പറയുക. അതായത് ടേക്കിംഗ് ചാർജ് എടുത്ത് 7 ദിവസം, എന്താണ്, ഒരു വീക്കിനകം, അല്ലെ, ചാർജ് എടുത്ത് ഒരാഴ്ചക്കകം പുതിയ കമ്മിറ്റിയുടെ ഡീറ്റെയിൽസുകൾ രജിസ്ട്രാറിനും ഫിനാൻസിംഗ് ബാങ്കിനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും എന്ത് ചെയ്തിരിക്കണം, അയച്ചു കൊടുക്കണം, അല്ലെ, അതാ പറയുന്നത്. ഓക്കെ, ഷാൽ ബി സെൻഡ്, അയച്ചു കൊടുക്കണം. ആരാണ് അങ്ങനെ അയച്ചു കൊടുക്കേണ്ടത്? ഓപ്ഷൻ എയിൽ പറയുന്നത് സെക്രട്ടറി, ഓപ്ഷൻ ബിയിൽ പറഞ്ഞു പ്രസിഡന്റ്, ഓപ്ഷൻ സിയിൽ പറഞ്ഞു പ്രിസൈഡിംഗ് ഓഫീസർ ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു റിട്ടേണിംഗ് ഓഫീസർ. ആരാണ് ഉത്തരം വരിക? പ്രസിഡന്റ് ആണ്, അല്ലെ. സംഘത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, തന്റെ കമ്മിറ്റിയിലുള്ള എല്ലാ ആൾക്കാരുടെ ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളും എല്ലാം രജിസ്ട്രാറിനും ഫിനാൻസിംഗ് ബാങ്കിനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനൊക്കെ അയച്ചു കൊടുക്കേണ്ടതെന്ന് ഓർത്തു വെക്കുക കേട്ടോ. നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.